നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രയുമായി കൂടിക്കാഴ്ച പൂർത്തീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി പുടിനെ അറിയിച്ചു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്നും മോദി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി മോദി പുടിന് റഷ്യൻ ഭാഷയിലുള്ള ഭഗവത്ഗീതയും സമ്മാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് മോസ്കോ രംഗത്തെത്തിയിരുന്നു. എല്ലാ രീതിയിലും ഭീകരതയെ എതിർക്കാൻ ഇന്ത്യക്കൊപ്പം മോസ്കോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ റഷ്യ ബന്ധം ധ്രുവ നക്ഷത്രം പോലെയാണെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയിൽ 2 റഷ്യൻ കോൺസുലേറ്റുകൾ കൂടി തുടങ്ങുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവോർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. ടൂറിസം രംഗത്തെ ശക്തിപ്പെടുത്താൻ വിസ നടപടി ശ്രമങ്ങൾ ലളിതമാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും സ്വാഗതം ചെയ്യുന്നുവെന്ന് മോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുമെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യക്ക് തടസ്സമില്ലാതെ എണ്ണ ഉറപ്പാക്കാൻ റഷ്യ തയ്യാറാണെന്നും ഊർജ്ജ മേഖലയിൽ കൂടുതൽ സഹകരണം ആഗ്രഹിക്കുന്നുണ്ടെന്നും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം.